ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളെ നോക്കുമ്പോൾ അവർ ജനിച്ചത് കോടീശ്വരന്മാരായിട്ടാണെന്ന് പലർക്കും തോന്നും. പക്ഷേ സത്യം അതല്ല. ഒരു ഗാരേജിൽ നിന്ന് ആരംഭിച്ച ഒരാൾ, ഒരു ചെറിയ മുറിയിൽ കമ്പനി തുടങ്ങിയ മറ്റൊരാൾ, കോളേജ് പോലും പൂർത്തിയാക്കാതെ ലോകം മാറ്റിമറിച്ചവർ. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ പ്രശസ്തരായ കോടീശ്വരന്മാരുടെ യഥാർത്ഥ തുടക്കം അറിയാം. ഇത് കണ്ട ശേഷം വിജയത്തിന് പണം അല്ല, ഒരു നല്ല ആശയവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. 1. ജെഫ് ബെസോസ്, ആമസോൺ. 1994 ജെഫ് ബെസോസ് ഒരു സ്ഥിരജോലി ഉപേക്ഷിച്ചു. അന്നത്തെ ഇന്റർനെറ്റ് വളർച്ച കണ്ട അദ്ദേഹം ഒരു വലിയ അവസരം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഒരു ഗാരേജിൽ നിന്നാണ് ആമസോൺ ആരംഭിച്ചത്. ആദ്യമായി വിറ്റത് പുസ്തകങ്ങൾ മാത്രം. പലരും പറഞ്ഞു, ഓൺലൈനിൽ ആരാണ് പുസ്തകം വാങ്ങുക? പക്ഷേ ഇന്ന് ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥാപനമാണ്. വലിയ അവസരങ്ങൾ പലപ്പോഴും മറ്റുള്ളവർ കാണാത്തിടത്താണ്. 2. ഇലോൺ മസ്ക്. ഇന്ന് ടെസ്ല, സ്പേസ് എക്സ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമ. പക്ഷേ തുടക്കം വളരെ കഠിനമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയപ്പോൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആദ്യ കമ്പനി വിറ്റ് കിട്ടിയ പണം മുഴുവൻ അടുത്ത കമ്പനിയിലേക്ക് നിക്ഷേപിച്ചു. ഒരു ഘട്ടത്തിൽ വാടകയ്ക്കും ഭക്ഷണത്തിനും പോലും പണം ഇല്ലാത്ത അവസ്ഥ. എന്നാൽ അദ്ദേഹം പിന്മാറിയില്ല. ഇന്ന് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സംരംഭകരിൽ ഒരാളാണ്. 3. ബിൽ ഗേറ്റ്സ്. കുട്ടിക്കാലം മുതൽ കമ്പ്യൂട്ടറുകളോട് വലിയ താൽപ്പര്യം. ഹാർവാർഡ് സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് മൈക്രോസോഫ്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചത്. അദ്ദേഹം പഠനം നിർത്തി. അന്ന് പലരും വിമർശിച്ചു. പക്ഷേ വിൻഡോസ് ലോകത്തെ മാറ്റിമറിച്ചു. ഇന്ന് ബിൽ ഗേറ്റ്സ് കോടീശ്വരൻ മാത്രമല്ല, ലോകത്തിലെ വലിയ ദാനധർമ്മ പ്രവർത്തകരിൽ ഒരാളുമാണ്. 4. സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സിനെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കി. അത് പലർക്കും ജീവിതത്തിന്റെ അവസാനം പോലെ തോന്നിയേനെ. പക്ഷേ അദ്ദേഹം വീണ്ടും തുടക്കം കുറിച്ചു. പിക്സാർ വിജയിപ്പിച്ചു. പിന്നീട് ആപ്പിളിലേക്ക് തിരിച്ചെത്തി. ഫോൺ, അപാഡ്, മാക്ബുക്ക് പോലുള്ള ഉൽപ്പന്നങ്ങൾ ലോകത്തെ മാറ്റിമറിച്ചു. പരാജയം അവസാനമല്ല, അത് ഒരു പുതിയ തുടക്കമായിരിക്കാം. 5. മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്ക് ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ചെറിയ ഒരു ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് തുടക്കം. സുഹൃത്തുക്കളെ ബന്ധിപ്പിക്കാൻ മാത്രം ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക മാധ്യമ വേദിയായി. ഇന്ന് മെറ്റ കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നു. 6. വാറൻ ബഫറ്റ്. 11 വയസ്സിൽ ആദ്യമായി ഓഹരി വാങ്ങി. കുട്ടിക്കാലത്ത് പത്രം വിതരണം ചെയ്തു. കൊക്കക്കോള, ആപ്പിൾ പോലുള്ള കമ്പനികളിൽ ദീർഘകാല നിക്ഷേപം നടത്തി. ഇന്ന് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സന്ദേശം: സമ്പന്നനാകാൻ സമയം നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. 7. ജാക്ക് മാ. ജാക്ക് മാ നിരവധി ജോലികൾക്ക് അപേക്ഷിച്ചു. എല്ലായിടത്തും നിരസിക്കപ്പെട്ടു. KFCയിൽ അപേക്ഷിച്ചപ്പോൾ പോലും ജോലി കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം അലിബാബ ആരംഭിച്ചു. ഇന്ന് അലിബാബ ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. നിരസിക്കപ്പെടുന്നത് നിങ്ങളുടെ കഴിവിന്റെ അളവല്ല, ഈ കോടീശ്വരന്മാരിൽ കാണുന്ന പൊതുവായ കാര്യങ്ങൾ. അവർ എല്ലാവരും വലിയ സ്വപ്നം കണ്ടു, പരാജയത്തെ ഭയപ്പെട്ടില്ല, പഠിക്കുന്നത് നിർത്തിയില്ല, അവസരങ്ങൾ കണ്ടെത്തി, സ്ഥിരമായി പ്രവർത്തിച്ചു. അവരുടെ തുടക്കം സാധാരണമായിരുന്നു, പക്ഷേ അവരുടെ തീരുമാനങ്ങളാണ് അസാധാരണമായത്. നമുക്ക് എന്ത് പഠിക്കാം? ഇന്ന് നിങ്ങളുടെ കയ്യിൽ വലിയ പണമില്ലായിരിക്കാം, പക്ഷേ ഒരു പുതിയ കഴിവ് പഠിക്കാം. ഒരു ചെറിയ ബിസിനസ് തുടങ്ങാം. യൂട്യൂബ്, ആമസോൺ, സ്വതന്ത്ര തൊഴിൽ, ഡിജിറ്റൽ കഴിവുകൾ എന്നിവ പഠിക്കാം. ദിവസവും ചെറിയ മുന്നേറ്റങ്ങൾ നടത്തിയാൽ 5 വർഷത്തിനു ശേഷം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറിയേക്കാം. കോടീശ്വരന്മാരുടെ കഥകളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് ആരാണ്? ജെഫ് ബെസോസ് ആണോ? ഇലോൺ മസ്ക് ആണോ? ബിൽ ഗേറ്റ്സ് ആണോ? അല്ലെങ്കിൽ മറ്റാരെങ്കിലും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ. ഇത്തരത്തിലുള്ള പ്രചോദനാത്മക കഥകളും അറിവുകളും കാണാൻ നിജാസ് ഹബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.